കുറ്റ്യാടി അത്തോളി കോഴിക്കോട് റൂട്ടിൽ കഴിഞ്ഞ 4 ദിവസമായി നടത്തി വന്നിരുന്ന സ്വകാര്യ ബസ് പണിമുടക്ക് പിൻവലിക്കാൻ ബസ് തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചു. ബസ് ഡ്രൈവറെ മർദ്ദിച്ച് കാർ യാത്രക്കാർക്കെതിരെ പോലീസ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും നേതാക്കൾ അറിയിച്ചു. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് റൂട്ടിൽ തൊഴിലാളികൾ പണിമുടക്ക് ആരംഭിച്ചത്. അത്തോളിയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി കാർ യാത്രക്കാർ ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത്. അക്രമികൾക്കെതിരെ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഇതേ തുടർന്നാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചതെന്നും CIT നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്വ ബസ്സിലെ ഡ്രൈവർ കരുവണ്ണൂരിലെ ലെനീഷിനെ കാർ യാത്രക്കാർ അത്തോളി കൂമുളിയിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. പണിമുടക്കിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകളുടെ ഓട്ടം നിലച്ചു. യാത്രക്കാർ വലഞ്ഞു. പ്രശ്നം ന്യായമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മിന്നൽ സമരത്തിന് യൂണിയൻ എതിരാണെങ്കിലും പിറ്റേ ദിവസം മുതൽ സമരത്തിന് CIT യൂണിയനും പിന്തുണ പ്രഖ്യാപിച്ചു. ആക്രമിച്ചവരെയോ അവർ സഞ്ചരിച്ച വാഹനമോ കസ്റ്റഡിയിൽ എടുക്കുവാൻ അത്തോളി പോലീസ് തയ്യാറായില്ലെന്നും ഇതേ തുടർന്നാണ് സമരം അനിശ്ചിതമായി നീണ്ടുപോയതെന്നും CIT നേതാക്കൾ പറഞ്ഞു. 4-ാം ദിവസം പേരാമ്പ്ര DYSP യൂണിയൻ പ്രതിനിധികളെയും ബസ് ഉടമകളെയും ഉൾപ്പെടുത്തി യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചതായും നേതാക്കൾ പറഞ്ഞു. ഇന്നു മുതൽ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ബസ് സർവീസ് പുനരാരംഭിച്ചു. ഇപ്പോൾ DYSP, RTO, ഇതുപോലെ തന്നെ കേസെടുത്ത അത്തോളി SI ഇവരെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ചർച്ചേൻ്റെ ഭാഗമായിട്ട് നമ്മൾ DYSPക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മളെ സമരം ന്യായമായ സമരമാണെന്ന് പറഞ്ഞുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ DYSP തുറന്ന് ഈ പ്രതികൾക്കെതിരായിട്ട് കർശന നടപടിയെടുക്കൂ, കാറ് കസ്റ്റഡിയിലെടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിലുള്ള നിയമ നടപടികൾ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തൊഴിലാളികളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനങ്ങളും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് DYSPൻ്റെ ഉറപ്പുമേൽ നമ്മൾ തൽക്കാലം ഈ സമരം ഇന്നിവിടെ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് DYSPയുടെ ഉറപ്പുമേൽ 2 ദിവസത്തിന് ശേഷം ശക്തമായ നടപടി ബോധ്യപ്പെടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ സമരം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. DYSP നൽകിയ ഉറപ്പിൽ അടുത്ത ദിവസം തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. അത്തോളി പോലീസുമായി നടത്തിയ ചർച്ചയിൽ നടപടികൾ ശക്തമാക്കിയതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിച്ചതായി സംയുക്ത തൊഴിലാളി യൂണിയനും BMS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.